ഹലോ നമസ്കാരം. ഇതുപോലുള്ള ചെറിയ LED-കൾ 230 വോൾട്ടിൽ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള സർക്യൂട്ടും അതിന്റെ പ്രവർത്തനവും മുൻപ് 1-2 വീഡിയോകളിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരുപാട് ഫോളോവേഴ്സ് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഒന്നിൽ കൂടുതൽ LED-കൾ അല്ലെങ്കിൽ LED മാല ബൾബ് 230 വോൾട്ടിൽ പ്രവർത്തിപ്പിക്കാനുള്ള ഒരു ഡ്രൈവർ സർക്യൂട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അങ്ങനെ ഒരു ഡ്രൈവർ സർക്യൂട്ടും അതിന്റെ പ്രവർത്തനം മനസ്സിലാക്കാം. ഒന്നിൽ കൂടുതൽ LED-കൾ അല്ലെങ്കിൽ LED മാല ബൾബ് 230 വോൾട്ടിൽ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഒരു LED ഡ്രൈവർ സർക്യൂട്ടാണിത്. ഈ സർക്യൂട്ടിൽ AC DC ആക്കി മാറ്റുന്നതിന് വേണ്ടി ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഉപയോഗിച്ചിരിക്കുന്നു. 1N4007 എന്ന നമ്പറിലുള്ള 4 ഡയോഡുകൾ ഉപയോഗിച്ച് ചിത്രത്തിലുള്ളതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ബ്രിഡ്ജ് റെക്ടിഫയർ നിർമ്മിക്കാവുന്നതാണ്. ഈ സർക്യൂട്ടിലുള്ള ലോഡിനനുസരിച്ച് വോൾട്ടേജ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി 474 400 വോൾട്ട് എന്ന നമ്പറിലുള്ള പോളിയസ്റ്റർ കപ്പാസിറ്റർ വഴിയാണ് AC ഇൻപുട്ട് നൽകിയിരിക്കുന്നത്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന തത്വപ്രകാരമാണ് കപ്പാസിറ്റർ ഇവിടെയുള്ള വോൾട്ടേജ് നിയന്ത്രിക്കുന്നത്. സർക്യൂട്ടിലേക്കുള്ള സപ്ലൈ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ കപ്പാസിറ്ററിൽ ഒരു കൂടിയ ചാർജ് സ്റ്റോർ ആയി നിൽക്കാൻ സാധ്യതയുണ്ട്. ഇതിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് വേണ്ടി കപ്പാസിറ്ററിന് പാരലലായി 1 മെഗാ ഓംസിന്റെ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. ഇതിനെ ഡിസ്ചാർജ് റെസിസ്റ്റർ എന്ന് പറയുന്നു. കൂടാതെ സർക്യൂട്ടിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വന്നാൽ ഫ്യൂസിനെ പോലെ പ്രവർത്തിച്ച് സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി AC ഇൻപുട്ട് നൽകിയിരിക്കുന്ന രണ്ടാമത്തെ പോയിന്റിൽ ഒരു 10 ഓം 1 വാട്ടിന്റെ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 10 ഓംസ് മുതൽ 100 ഓംസ് വരെയുള്ള ഏത് വാല്യൂലുള്ള റെസിസ്റ്ററും ഉപയോഗിക്കാവുന്നതാണ്. ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിലെത്തുന്ന ശുദ്ധമല്ലാത്ത പൾസേറ്റിംഗ് DCയെ ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടി 2.2 മൈക്രോഫാരഡ് 400 വോൾട്ടിന്റെ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കപ്പാസിറ്റർ കണക്ട് ചെയ്യുമ്പോൾ പൊളാരിറ്റി മാറിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ ഏതെങ്കിലും സിംഗിൾ കളർ LED-കളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫിൽട്ടർ കപ്പാസിറ്ററിന്റെ ആവശ്യമില്ല. എന്നാൽ RGB LED-കൾ അല്ലെങ്കിൽ മൾട്ടി കളർ LED ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായും ഫിൽട്ടർ കപ്പാസിറ്റർ ഉപയോഗിക്കണം. അല്ലെങ്കിൽ LED-കൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതല്ല. 5 മുതൽ 50 LED-കൾ വരെ ഈ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യാവുന്നതാണ്. LED-കൾ കണക്ട് ചെയ്യുമ്പോൾ ഡയഗ്രത്തിലുള്ളതുപോലെ തന്നെ സീരിയലായി കണക്ട് ചെയ്യുക. LED-കളുടെ നീളം കൂടിയ പിന്ന് ആനോഡ് അഥവാ പോസിറ്റീവ് ആയിരിക്കും. നീളം കുറഞ്ഞ പിന്നാണ് നെഗറ്റീവ് അഥവാ കാഥോഡ്. ഒരു LED-യുടെ നെഗറ്റീവ് അടുത്ത LED-യുടെ ആനോഡിലേക്ക് അല്ലെങ്കിൽ പോസിറ്റീവിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. 50-ൽ കൂടുതൽ LED-കൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള കപ്പാസിറ്ററിന്റെ വാല്യൂ വ്യത്യാസപ്പെടുത്തി 105 അല്ലെങ്കിൽ 225 400 വോൾട്ടിന്റെ കപ്പാസിറ്റർ ഉപയോഗിക്കേണ്ടതാണ്. ഇൻപുട്ടിലുള്ള പോളിസ്റ്റർ കപ്പാസിറ്റർ തിരഞ്ഞെടുക്കുമ്പോൾ 400 വോൾട്ടിൽ കുറയാൻ പാടില്ല. ഈ സർക്യൂട്ട് നിർമ്മിച്ച് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഐസൊലേറ്റഡ് പവർ സപ്ലൈ അല്ല. അതുകൊണ്ട് തന്നെ സപ്ലൈയിൽ കണക്ട് ചെയ്തിരിക്കുമ്പോൾ സർക്യൂട്ടിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇത്തരം പവർ സപ്ലൈ നേരിട്ട് കോൺടാക്റ്റ് ഇല്ലാത്ത രീതിയിൽ ഉപയോഗിക്കേണ്ടതാണ്. ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളതുപോലെ തന്നെ 1N4007 എന്ന നമ്പറിലുള്ള 4 ഡയോഡുകൾ ഉപയോഗിച്ച് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ നിർമ്മിച്ചിട്ടുണ്ട്. ബ്രിഡ്ജ് റെക്ടിഫയറിലേക്ക് AC ഇൻപുട്ട് നൽകിയിരിക്കുന്നത് 474 400 വോൾട്ട് എന്ന നമ്പറുള്ള പോളിയസ്റ്റർ കപ്പാസിറ്റർ വഴിയാണ്. സപ്ലൈ ഓഫ് ചെയ്തു കഴിയുമ്പോൾ കപ്പാസിറ്ററിലുള്ള ചാർജിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് വേണ്ടി കപ്പാസിറ്ററിന് പാരലലായി 1 മെഗാ ഓംസിന്റെ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ സർക്യൂട്ടിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വന്നാൽ ഫ്യൂസിനെ പോലെ പ്രവർത്തിച്ച് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി AC ഇൻപുട്ട് നൽകിയിരിക്കുന്ന രണ്ടാമത്തെ പോയിന്റിൽ ഒരു 47 ഓം 1 വാട്ടിന്റെ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 10 ഓംസ് മുതൽ 100 ഓംസ് വരെയുള്ള ഏത് വാല്യൂയുള്ള റെസിസ്റ്റർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിലെത്തുന്ന ശുദ്ധമല്ലാത്ത പൾസേറ്റിംഗ് DCയെ ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടി 2.2 മൈക്രോഫാരഡ് 400 വോൾട്ടിന്റെ കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ടിൽ 5 മുതൽ 50 LED-കൾ വരെ കണക്ട് ചെയ്യാവുന്നതാണ്. LED-കൾ കണക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ സീരിയലായി വേണം കണക്ട് ചെയ്യേണ്ടത്. ഒരു LED-യുടെ നെഗറ്റീവ് അടുത്ത LED-യുടെ പോസിറ്റീവിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ സർക്യൂട്ടിലേക്ക് സപ്ലൈ നൽകി ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. LED-കളെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാം. ഈ സർക്യൂട്ട് നിർമ്മിച്ച് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു ഐസൊലേറ്റഡ് പവർ സപ്ലൈ അല്ല. അതുകൊണ്ട് സർക്യൂട്ടിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സർക്യൂട്ട് നിർമ്മിച്ച് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർ ഡയഗ്രാം സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഡയഗ്രത്തിലുള്ളതുപോലെ തന്നെ കമ്പോണന്റുകൾ കണക്ട് ചെയ്യേണ്ടതാണ്.
വീഡിയോ ഇഷ്ടമായ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. യൂട്യൂബ് ചാനലിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഒഴിവു സമയത്ത് പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ട് ഇലക്ട്രോണിക്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 8075 53 14 81 എന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ ഒരു ഹായ് അയയ്ക്കുക. ഇന്ത്യയിലും വിദേശത്തുമായി വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും റിട്ടയർ ആയവർക്കും നമ്മുടെ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ നിങ്ങളെ വാട്സാപ്പ് വഴി അറിയിക്കുന്നതാണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.